മലയാളികളുടെ ഇടയിൽ പൊതിച്ചോറിൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മിനിയേച്ചർ പൊതിച്ചോറാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഴയില ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ 2 ചാള വറുത്തത് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മുട്ട പൊരിച്ചത് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ക്ലേ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കതൊന്ന് മടക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു ടെക്സ്ചർ മേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ മാങ്ങച്ചാറൊക്കെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അതുപോലെ കോവയ്ക്ക് അരിഞ്ഞ പോലെ നമ്മൾ കുറച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴയിലയിൽ ചോറ് വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ ക്ലേ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടെക്സ്ചർ മേക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മളതിൽ ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചോറും വെച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഗ്രീൻ കളർ ആദ്യം കൊടുത്തിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വാട്ടിയ വാഴല പോലെ തോന്നാൻ വേണ്ടിയിട്ട്. പിന്നെ മുട്ട ഓംലേറ്റിനും അതുപോലെ ചാള വറുത്തതിനും നമ്മുടെ ചമ്മന്തി ഉരുളയ്ക്കും മാങ്ങച്ചാറിനും നമ്മുടെ കോവയ്ക്ക് ഉപ്പേരിക്കും കളർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു ഓഫ് വൈറ്റ് കളർ നമ്മുടെ ചോറിന് കൊടുക്കാം. പിന്നെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മളൊരു പത്ര പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.